ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നാട്ടിൽ വിൽക്കാനുള്ള ഒരു വീടിൻ്റെ വീഡിയോയാണ്. താല്പര്യമുള്ളവർക്ക് എന്നെ ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും. 4 വർഷം മാത്രം പഴക്കമുള്ള ഈ വീട് കോതമംഗലത്താണ് സ്ഥിതി ചെയ്യുന്നത്. 13 സെൻറ്റ് സ്ഥലത്താണ് ഈ വീടുള്ളത്. അതുപോലെ തന്നെ 2430 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണിതിരിക്കുന്നത്. അതുമാത്രവുമല്ല, കോതമംഗലത്തേക്ക് ഉള്ള എല്ലാ ആക്സസും വളരെ ഈസി ആയിട്ടുള്ള ഹോസ്പിറ്റൽ, കോളേജ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലേക്കും പോകാൻ 5 മിനിറ്റ് മാത്രമേ ദൂരമുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. അപ്പോൾ ഈ വീടിൻ്റെ ഉടമസ്ഥൻ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായതുകൊണ്ടും അവർക്ക് ഈ വീട് എത്രയും പെട്ടെന്ന് വിൽപ്പന നടത്തണമെന്നുള്ള ആഗ്രഹമുള്ളതും കൊണ്ടുകൂടിയാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. നേഴ്സസിനോ അല്ലെങ്കിൽ താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും ഈ വീടിൻ്റെ വില എന്നോട് ഇമെയിൽ അഡ്രസ്സിൽ ചോദിക്കുവാണെങ്കിൽ ഞാൻ പറയാം. വളരെയധികം ഇൻറ്റീരിയർ വർക്കൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ മനോഹരമായി പണി കഴിപ്പിച്ച ഈ വീടിൻ്റെ എല്ലാ കാര്യങ്ങളും വിത്ത് ഫർണിച്ചറായിരിക്കും സെയിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വാങ്ങുന്നവർക്ക് നഷ്ടമില്ലാതെ കോതമംഗലം പരിസരത്തോ എറണാകുളത്തോ ഡിസ്ട്രിക്റ്റിൽ ആർക്കെങ്കിലും, എറണാകുളം ഡിസ്ട്രിക്റ്റാണ് കോതമംഗലം എന്ന് പറയുന്നത്, അപ്പോൾ എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ള അല്ലെങ്കിൽ കോതമംഗലം താലൂക്കിലുള്ള ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ വീട് വാങ്ങാവുന്നതാണ്. ഈ വീടിൻ്റെ ഉടമ വിദേശത്തായതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ 2 പ്രാവശ്യം മാത്രമേ അവരവരുടെ വെക്കേഷൻ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് വളരെയധികം ഒന്നും ഉപയോഗിക്കാത്ത ഒരു വീട് തന്നെയാണിത്. 4 ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. 2 ബെഡ്റൂം താഴെയാണ്, അതുപോലെ 2 ബെഡ്റൂം മേളിലുണ്ട്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂമായിട്ട് വരുന്നത്. അപ്പോൾ റൂമുകളിലെല്ലാം ടൈൽസാണ് ഉള്ളത്. അപ്പോൾ ഈ മാസ്റ്റർ ബെഡ്റൂമും പിന്നെ താഴെ വേറൊരു ബെഡ്റൂമും മേളിൽ 2 ബെഡ്റൂമിന് കൂടെ ഒന്നിച്ച് ഒരു കോമൺ ടോയ്ലറ്റാണുള്ളത്. അപ്പോൾ വീട് വാങ്ങാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വീട്ടിലുള്ള എല്ലാ ഫർണിച്ചറും കൂടെ ഉൾപ്പെടെ കൊടുക്കാനാണ് താല്പര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീട് വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയും വാങ്ങാം. നല്ല നെയ്ബർഹുഡൊക്കെയാണ് വീടിൻ്റെ സമീപത്തുള്ളത്. അതുമാത്രമല്ല കിണർ ഈ വീടിനൊരു കോമൺ ആയിട്ടുള്ളൊരു കിണറാണുള്ളത്. അത് ഒരു 2 വീട്ടുകാർക്ക് കൂടിയിട്ടുള്ള ഒരു കിണറാണ് ഇവർ ഷെയർ ചെയ്യുന്നത്. ബാത്റൂമൊക്കെ ഏറ്റവും മോഡേൺ ആയിട്ട് തന്നെയാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ അങ്ങനെയെല്ലാം തിരിച്ച് വളരെ മോഡേൺ ആയിട്ടുള്ള രീതിയിൽ തന്നെ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു ടോയ്ലറ്റും. ഫുൾ വീട് ഇങ്ങനെ വിൽപ്പനയ്ക്ക് വേണ്ടി പണിതതല്ല, പക്ഷേ ഈ വീടിൻ്റെ ഓണർ ഒരു റീലൊക്കേറ്റ് ചെയ്യണം എന്നുള്ള ഒരു പ്ലാനിലാണ് ഈ വീട് ഇപ്പോൾ വിൽക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ മാസ്റ്റർ ബെഡ്റൂമിന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോകുന്ന അടുത്ത ബെഡ്റൂമിലേക്കാണ്. ഇതും അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. ഞാൻ വളരെ ഫാസ്റ്റായിട്ടാണ് വീഡിയോസ് കാണിക്കുന്നത്, കാരണം ടൈം വളരെ എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഇത് കണ്ട് സമയം കളയേണ്ടതെന്ന് തന്നെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ബെഡ്റൂമും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇവിടെയുണ്ട്. ഇവിടെയും ഡ്രൈ ഏരിയ, വെറ്റ് ഏരിയ തിരിച്ചിട്ടുള്ള പാർട്ടീഷൻ കൊടുത്തിട്ടുള്ള ഒരു ടോയ്ലറ്റ് തന്നെയാണ്. അപ്പോൾ വിദേശത്ത് നിൽക്കുന്ന ആളുകൾക്കൊക്കെ, വീട് വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ഒട്ടും തന്നെ ഒരു ബുദ്ധിമുട്ടില്ലാതെ എല്ലാം റെഡി ആയിട്ടുള്ള, റെഡി ടു ഓക്യുപ്പൈ എന്നുള്ള രീതിയിലുള്ള ഒരു വീടാണിത്. ഇതിൻ്റെയും ടോയ്ലറ്റ് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ടോയ്ലറ്റ് തന്നെയാണ്. ഇനി നമ്മൾ പോകുന്നത് കിച്ചണിലേക്കാണ്. കിച്ചണിൽ ഒരു ഷോ കിച്ചണും പിന്നെ ഒരു വർക്കിംഗ് കിച്ചണും ഉണ്ട്. അപ്പോൾ ഇതും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിച്ചൺ തന്നെയാണ്. വളരെ വെട്ടവും വെളിച്ചവും വായു സഞ്ചാരവും ഒക്കെയുള്ള നല്ല ഒരു കിച്ചണാണിത്. ഇവിടെ നടുക്ക് സെൻറ്ററിൽ ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട്. കൂടുതൽ അവർ വിദേശത്തായതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ ഒരുപാട് ഫർണിച്ചറും സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. അപ്പോൾ ഈ വീട്ട് വാങ്ങുന്നവർക്ക് ഈ ഫർണിച്ചറോട് കൂടെ ഉൾപ്പെടെ ഉള്ള സാധനങ്ങൾ വാങ്ങുന്നതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് അവർക്കിപ്പം പ്രവാസികളോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കാണെങ്കിൽ പോലും വളരെ ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ വന്ന് താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇത് പാഷ്യോയാണ്. നമ്മൾക്ക് ലിവിങ് റൂമിൽ നിന്നും നേരെ പാഷ്യോയിലോട്ട് ഇറങ്ങാനുള്ള ഒരു ഡോർ അവിടെയുണ്ട്. അത് ഞാൻ കാണിച്ചില്ല. ഇവിടെ നിന്ന് നോക്കുമ്പോൾ പിന്നെ ഇതാണ് ഓവറോൾ കിച്ചൻ്റെ ഒരു ലുക്ക്.
നല്ല അപ്പുറത്താണ് നമ്മളുടെ ഒരു നെയ്ബർ വീടുള്ളത്. ഇതാണ് പിന്നെ ഇപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ള കിച്ചൺ. ഇതും അത്യാവശ്യം വലിപ്പമുള്ളൊരു കിച്ചൺ തന്നെയാണ്. നല്ല രീതിയിൽ നല്ല ഒരു ഗ്രാമപ്രദേശമായതുകൊണ്ട് തന്നെ നല്ല വായു ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതാണ് കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള ഒരു സ്ഥലം. പിന്നെ ഞാൻ ഇതാണ് പാഷ്യോ, അതായത് നമ്മൾ മെയിൻ ലിവിങ് റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ അവിടെ നമ്മൾ വെറുതെ പ്ലെയിനായിട്ട് ഇട്ടിരിക്കുന്നു. അപ്പോൾ ഇനി അത് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ്. ഇതിന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്റ്റെയർ കേസ് നമ്മളിട്ടിരിക്കുന്നത് ടൈൽസാണ്. അപ്പോൾ സ്റ്റെയർ കേസിലൂടെ നമ്മൾ മേളിലോട്ട് പോകുമ്പോൾ മേളിൽ 2 ബെഡ്റൂമാണുള്ളത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ വളരെ വിശാലമായിട്ടുള്ള ജാതിത്തോട്ടമൊക്കെയാണ്. പക്ഷേ ഇവിടെ സ്ഥലം 13 സെൻറ്റ് മാത്രമേ ഉള്ളൂ. മിക്കവാറും എല്ലായിടത്തും ഒരു ഉഡൻ ടെക്സ്ചറുള്ള ടൈൽസാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായിട്ട് നമ്മൾക്കത് വളരെ ഒരു ഉഡൻ ഫിനിഷിംഗ് തോന്നുന്ന രീതിയിലുള്ള ഒരു ഇതാണ്. പിന്നെ മേളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് താഴോട്ട് നോക്കി ഒരു ആക്സസ് ഉണ്ട്, സംസാരിക്കാനും ഒക്കെ നമുക്ക് താഴോട്ട് നോക്കി ഒരു കണക്ടിവിറ്റി എപ്പോഴും ഉള്ളതുകൊണ്ട് തന്നെ ഒരു സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു ഫ്ലോറാണെന്ന് നമുക്ക് തോന്നുകയില്ല. മേളിൽ നമ്മൾ കാണുന്ന ഒരു ബെഡ്റൂമാണിത്. ഈ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്കൊരു ബാൽക്കണി ഉണ്ട്. പിന്നെ ആ ഒരു ബാൽക്കണിയിൽ നോക്കിയാൽ നമ്മൾക്ക് പുറത്തേക്കുള്ള കാഴ്ചകൾ നമ്മൾ ഫ്രണ്ടിലേക്കാണ് അത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ വളരെ വിശാലമായിട്ടുള്ള ഒരു ബാൽക്കണിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ പുറത്തേക്ക് നോക്കുമ്പോൾ വളരെ നല്ലൊരു കാഴ്ചയാണ്. ഞാൻ വളരെ സ്പീഡിലാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. കാരണം തന്നെ ആളുകൾക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്ന് കാണുക എന്നുള്ളതാണല്ലോ എല്ലാവരുടെയും ഒരു ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരുടെയും ടൈം വേസ്റ്റ് ചെയ്യാണ്ട് ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ പിന്നീട് അയച്ചു തരുന്നതാണ്. അപ്പോൾ ഇതാണ് അടുത്ത ഒരു ടോയ്ലറ്റ്. ഈ ടോയ്ലറ്റും 2 ബെഡ്റൂംസിനും കൂടെ കോമൺ ആയിട്ടുള്ളൊരു ടോയ്ലറ്റാണ്. ഇവിടെയും താഴത്തെ ബാത്റൂം പോലെ തന്നെ നമ്മൾ വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ എല്ലാം തിരിച്ചിട്ടുള്ള ഒരു ഇതാണ്. ഇത് നമ്മുടെ 4ാമത്തെ ബെഡ്റൂമാണ്. നല്ല സ്പേഷ്യസ് ആയി ബെഡ്റൂംസ് എല്ലാം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. അപ്പോൾ ഇത് കോതമംഗലത്തിൻ്റെ ഈ ഒരു ഭാഗത്തുള്ളൊരു വീടായതുകൊണ്ട് തന്നെ നമുക്ക് ടൗണിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഇല്ല. എന്നാൽ വില്ലേജിൻ്റേതായിട്ടുള്ള എല്ലാ വിധമായിട്ടുള്ള ശാന്തതയും ഒക്കെയുണ്ട്. ഇത് നമ്മളുടെ ടെറസാണ്. അപ്പോൾ ഇവിടെ തുണിയൊക്കെ വിരിച്ചിടാനൊക്കെ സൗകര്യമുണ്ട്. അപ്പോൾ ഈ വീട് ഇങ്ങനെ വിൽക്കാനിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആർക്കെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. നമ്മളുടെ ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വിശദ വിവരങ്ങൾ വീടിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.